പുണ്യ റമദാന്റെ ദിനങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. റമദാനെ സ്വീകരിക്കാൻ UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂളിൻ്റെ സമയമാറ്റം, ജോലിയുടെ സമയമാറ്റം, അങ്ങനെ പലതും ഈ റമദാന്റെ ഭാഗമായി വരാൻ പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വരുന്ന വ്യാഴാഴ്ച മുതൽ റമദാൻ ആരംഭിക്കാനാണ് സാധ്യത. ഷഅബാൻ മാസം 29 ചൊവ്വാഴ്ച ഇത്തവണ പിറ കാണാൻ ഇടയില്ലെന്നാണ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയോടെ റമദാൻ ആരംഭിക്കും. ഒമാനിൽ ഔദ്യോഗികമായി തന്നെ വ്രതാരംഭ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ചയാണ് നോമ്പ് തുടങ്ങുക. UAEയിലെ മസ്ജിദുകളിലുടനീളം റമദാന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പള്ളികളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇഫ്താർ ടെന്റുകളും സജ്ജം. ഇഫ്താർ ഒരുക്കുന്നതിന് പ്രത്യേക അനുമതി എടുക്കണം. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. റമദാൻ മാസം പടിവാതിലെത്തിയതോടെ പതിവ് പോലെ സ്കൂൾ സമയത്തിൽ മാറ്റം കൊണ്ടുവരികയാണ് UAE. തിങ്കൾ മുതൽ വ്യാഴം വരെ 5 മണിക്കൂറാകും ക്ലാസുകൾ ഉണ്ടാവുക. ഈ 5 മണിക്കൂർ സമയം സ്കൂളുകൾക്ക് തീരുമാനിക്കാം. മിക്ക സ്കൂളുകളിലും രാവിലെ 7:30 മുതൽ 12:30 വരെയാകും ക്ലാസുകൾ ഉണ്ടാവുക. വെള്ളിയാഴ്ച ഓഫ്ലൈൻ ക്ലാസുകൾ സജ്ജമാക്കും. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തി ക്ലാസ്സിലിരിക്കാം. രക്ഷിതാക്കൾ വേണം കുട്ടികളെ കൊണ്ടുവരാനും മടക്കിക്കൊണ്ടുപോകാനും. വെള്ളിയാഴ്ച 11:30 ക്ലാസുകൾ അവസാനിപ്പിക്കണം. ജുമാ നമസ്കാരം കണക്കിലെടുത്താണ് വെള്ളിയാഴ്ചകളിലെ ഈ ക്രമീകരണം. ദുബായിൽ സ്കൂളുകൾക്ക് സമയക്രമം തീരുമാനിക്കാമെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. കുട്ടികൾക്ക് അമിത സമ്മർദ്ദം നൽകരുത്. അസൈൻമെന്റുകൾ നേരത്തെ മാതാപിതാക്കളെ അറിയിക്കണം. സ്കൂളുകളിൽ ഇഫ്താർ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട്. 1 മാസത്തേക്ക് ഫിസിക്കൽ ട്രെയിനിങ് പീരീഡുകളിൽ ഇളവുണ്ടാകും. നോമ്പനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്നതിനും മറ്റ് ചുമതലകൾ നിർവഹിക്കുന്നതിനും ആവശ്യമായ ഇളവുകൾ നൽകും. റമദാൻ വിത്ത് ഫാമിലി എന്ന കൺസെപ്റ്റ് കൂടി ഇത്തവണ UAE മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UAEയിൽ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം റമദാനിൽ കുറച്ചിട്ടുണ്ട്. 5.5 മണിക്കൂറായാണ് ജോലി സമയം ക്രമീകരിച്ചത്. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 വരെയുമാകും ഭൂരിഭാഗം സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുക. അധിക സമയം പ്രവർത്തിക്കേണ്ട സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാർക്ക് റൊട്ടേഷൻ മാതൃകയിൽ സമയം ക്രമീകരിച്ചു നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സ്വകാര്യ മേഖലയിൽ 2 മണിക്കൂർ ഇളവാകും റമദാനിൽ തൊഴിലാളികൾക്ക് ലഭിക്കുക. ഓവർ ടൈമിനും നിയന്ത്രണങ്ങളുണ്ട്. മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും രാത്രി സമയം നീട്ടിയിട്ടുണ്ട്. റമദാനിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് UAE സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയാനുള്ള നടപടികൾ എടുക്കും. അരി, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, മുട്ട, ഗോതമ്പ്, ബ്രെഡ് അടക്കം 9 അവശ്യ സാധനങ്ങളുടെ വില സാമ്പത്തിക മന്ത്രാലയം നേരിട്ട് നിരീക്ഷിക്കും. അമിത വില ഈടാക്കാൻ അനുവദിക്കില്ല. ഓരോ ദിവസവും കടകളിൽ പ്രത്യേക സംഘങ്ങൾ പരിശോധന നടത്തും. വിലയിൽ മാറ്റം കണ്ടാൽ കർശന നടപടിയുണ്ടാകും. ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതി നൽകാം. കഴിഞ്ഞ വർഷം സാമ്പത്തിക മന്ത്രാലയം പ്രൈസിംഗ് പോളിസി നടപ്പിലാക്കിയിരുന്നു. ഇതനുസരിച്ച് മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനാകില്ല. മാത്രമല്ല, ഒരു തവണ വില വർദ്ധിപ്പിച്ചാൽ പിന്നീട് 6 മാസം കഴിഞ്ഞാൽ മാത്രമേ വില കൂട്ടാൻ പാടുള്ളൂ. വില വിവരങ്ങൾ നിരീക്ഷിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം വഴിയോ ടോൾ ഫ്രീ നമ്പർ വഴിയോ പരാതികൾ നൽകാനാകും.
എല്ലാവരും ഒത്തുചേർന്നുള്ള ഇഫ്താർ വേദികളാണ് UAE-യിലുടനീളം കാണാൻ കഴിയുക. നോമ്പ് തുറക്കാൻ ഭക്ഷണം ലഭിക്കാതെ ഒരാൾക്കും ബുദ്ധിമുട്ടേണ്ടി വരില്ല. ദുബായിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നത് ഓരോരുത്തർക്കും, അത് വിശ്വാസിയോ അല്ലെങ്കിൽ മുസ്ലിമോ അങ്ങനെയൊന്നുമില്ല, മൊത്തം ജനസമൂഹത്തിന് നല്ല ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സമയമാണ്. എല്ലാവരും സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മാസം എന്നാണ് UAE പ്രത്യേകിച്ച് ദുബായിയൊക്കെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ നമുക്ക് മൊത്തത്തിൽ കാണാം, വലിയ വീടുകൾക്ക് മുന്നിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഇവിടെ നമുക്ക് അവൈലബിളായ വലിയ വലിയ ഗ്രൗണ്ടുകളിലൊക്കെ യഥേഷ്ടം ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും. അതാർക്കും എത്രയും കിട്ടും എന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, കോടിക്കണക്കിന് ആളുകൾ ദുബായിലൊക്കെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. പക്ഷേ റമദാനിൽ ഭക്ഷണം കിട്ടാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പം ആളുകൾക്ക്, പ്രത്യേകിച്ച് ബാച്ചിലറായി നിൽക്കുന്ന ആളുകൾക്ക്, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകൾക്ക് 30 ദിവസം എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു റിലാക്സേഷൻ്റെ ഒരു കാലം കൂടിയാണ്. സജീവമായ ആളുകൾ ഇടപെടുന്ന ഒരുപാട് വോളണ്ടിയേഴ്സ് വീഥിയിലിറങ്ങുന്ന ഒരു പ്രത്യേകതരം ആവേശകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ആത്മസംസ്കരണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും മാസം കൂടിയാണ് റമദാൻ. നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മാലുക്കളായി ജീവിക്കാനുള്ള ഒരു പദ്ധതിയാണ് നോമ്പ് എന്ന് പറയുന്നത്, വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൂക്ഷ്മത പുലർത്താം, നമ്മുടെ വാക്കുകളിൽ സൂക്ഷ്മത പുലർത്താം. നോമ്പ് കാലത്ത് എത്ര കണ്ട് വയലൻ്റായി സംസാരിക്കുന്ന ശീലമുള്ളവരും റമദാൻ കാലത്ത് കൺട്രോൾഡാണ്. അവരുടെ സ്വഭാവങ്ങളിൽ ഒരു നിയന്ത്രണം വരുത്തുകയാണ്, ഇടപാടുകളിൽ നിയന്ത്രണം വരുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാസത്തെ ചിട്ടയായ ശൈലി മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആളുകളിൽ അത് കഴിഞ്ഞുള്ള കാലത്തും നല്ല ഒരു ശൈലീ വിന്യാസം രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും റമദാൻ എന്നത് മനുഷ്യത്വം, മാനവികത, മനുഷ്യൻ എന്ത്, ആര്, എങ്ങനെ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ വളരെ സൈലൻ്റായി, നിശബ്ദമായി ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് റമദാൻ എന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശപ്പ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശപ്പ് സഹിച്ച് അവൻ്റേതായ കൃത്യമായ നിഷ്ഠകളിൽ, അനുഷ്ഠാനങ്ങളിൽ അങ്ങേയറ്റം ഫോക്കസ്ഡായി അവൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ മികച്ചതാക്കാമെന്ന ചിന്തയുമായി നടക്കുന്ന കാലമാണ് റമദാൻ കാലം എന്ന് പറയുന്നത്. ആരാധനകളിൽ മുഴുകി പാപമോചനം തേടുന്ന നാളുകളാണ് വിശ്വാസികളെ സംബന്ധിച്ച് വരാനിരിക്കുന്നത്. ഉള്ളും പുറവും നനച്ചുകുളിച്ച് അവർ അതിന് കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.